മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ വയനാട്ടിൽ നിന്ന് വിജയിച്ചിട്ടുള്ള നമ്മുടെ MP പ്രിയങ്ക ഗാന്ധി ഇസ്രായേലിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ വാക്കുകൾ കൊണ്ട് എങ്ങനെയൊക്കെ ആക്രമിക്കാൻ സാധിക്കുമോ അത്തരത്തിലൊക്കെ തന്നെ ആക്രമിച്ചുകൊണ്ട് പ്രിയങ്ക രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ X പ്ലാറ്റ്ഫോമിലാണ് അവർ തുറന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പരിഭാഷയാണ് വായിക്കുന്നത്. 130 കുട്ടികൾ ഉൾപ്പെടെ 400-ലധികം നിരപരാധികളായ സാധാരണക്കാരെ ഇസ്രായേൽ സർക്കാർ ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ നിന്ന് മനുഷ്യത്വത്തിന് അവർക്ക് ഒരു വിലയുമില്ലെന്ന് കാണിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ ഒരു അന്തർലീനമായ ബലഹീനതയും സ്വന്തം സത്യത്തെ നേരിടാനുള്ള കൈവില്ലായ്മയും പ്രതിഫലിപ്പിക്കുന്നു. പാശ്ചാത്യ ശക്തികൾ ഇത് തിരിച്ചറിയാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും പലസ്തീൻ ജനതയുടെ വംശഹത്യൽ അവരുടെ കൂട്ടുകെട്ട് അംഗീകരിക്കാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും മനസാക്ഷിയുള്ള ലോകത്തിലെ എല്ലാ പൗരന്മാരും അത് കാണുന്നു. ഇസ്രായേൽ സർക്കാർ കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും തോറും അവർ യഥാർത്ഥത്തിൽ ഭീരുക്കളായി സ്വയം വെളിപ്പെടുത്തുന്നു. മറുവശത്ത് പലസ്തീൻ ജനതയുടെ ധൈര്യം നിലനിൽക്കുന്നു. അവർ സങ്കല്പിക്കാനാവാത്ത കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ആത്മാവ് സ്ഥിരതയുള്ളതും അചഞ്ചലവുമായി തുടരുന്നു. നമ്മുടെ വയനാട്ടിലെ MP-യുടെ പ്രഖ്യാപനമാണ് സകല ആളുകളും കേട്ടിട്ടുള്ളത്. ഈ ഒരു X പ്ലാറ്റ്ഫോമിലെ പോസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇതൊക്കെ ആഘോഷിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന ഒരു ഉദാഹരണത്തിന് 2 വാർത്തകളൊന്ന് മുന്നോട്ട് വെക്കാം. ഇസ്രായേലിൻ്റെത് ചോര മരവിപ്പിക്കുന്ന കൊടും കൊല, അക്രമങ്ങളിൽ അപലപിച്ച് പ്രിയങ്ക ഗാന്ധി. അടുത്തതാണ് നമ്മുടെ മൗദൂദികളിൽ വന്നിട്ടുള്ളതാണ്. മനുഷ്യത്വം അവർക്കൊന്നുമല്ല. ഗസയിലെ ആക്രമണം ഇസ്രായേലിന്റെ ഭീരുത്വം വെളിപ്പെടുത്തുന്നു പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടാൽ മാത്രം മതി. പലസ്തീനില് ഗാസയിലുള്ള ആളുകളുടെ ധൈര്യത്തെ കുറിച്ച് പോലുമാണ് വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ അവര് ഹമാസിന്റെ ധൈര്യവും ഹമാസിന്റെ പോരാട്ടവും അല്ലേ ഈ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ പ്രിയങ്ക ഗാന്ധി ഈ ഒരു സമയം വരെയായിട്ട് 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് 1200-ലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തതിനെ കുറിച്ച് ഒരക്ഷരം അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ പ്രിയങ്ക ഗാന്ധി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ മറ്റൊന്ന് ശ്രദ്ധിച്ചോ? അവര് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് കുട്ടികളുടെ എണ്ണമൊക്കെ 130 കുട്ടികൾ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ പോലും പറയാറുള്ളത് ഒരു 5 കുട്ടികൾ അല്ലെങ്കിൽ 10 കുട്ടികൾ എന്ന കണക്കാണ് സാധാരണ വെക്കാറുള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കണക്കുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ പോലും പരമാവധി മുന്നോട്ട് വെക്കുന്നത്. എന്നിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് 100-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ വാർത്ത കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കറിയാം യഹിയ സിൻവാറിന്റെ, അതായത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി യഹിയ സിൻവാറിന്റെ വീഡിയോകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. തുരങ്കങ്ങളിലൂടെ പെരുച്ചായിയെ പോലെയൊക്കെ പോകുന്നതായിട്ടുള്ളത്. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ യഹിയ സിൻവാറിന്റെ കൂടെ ഭാര്യയും കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ സകലരും തിരിച്ചറിയുക, ഇസ്രായേലിന്റെ ലേറ്റസ്റ്റ് ആക്രമണത്തിൽ ഇനി ഏതെങ്കിലും സ്ത്രീകളോ കുട്ടികളോ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ആ ഹമാസ് ആണ് പൂർണ്ണ ഉത്തരവാദികൾ. എങ്ങനെയാണ് ഈ ഹമാസ് ഭീകരര് കുട്ടികളെയും സ്ത്രീകളെയും ഒപ്പം കൊണ്ടു നടക്കുന്നത്? അതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെയാണ് ബോധമുള്ള, ലോകത്ത് മനസാക്ഷിയുള്ള ഓരോ ആളുകളും രംഗത്ത് വരേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹമാസിനെതിരെ എന്തുകൊണ്ടാണ് ഈ പ്രിയങ്ക ഗാന്ധി ഒരു ഘട്ടത്തിൽ പോലും രംഗത്ത് വരാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹമാസിനെതിരെ ഇവര് രംഗത്ത് വരുന്നില്ല ഒരു ഘട്ടത്തിൽ പോലും. അപ്പൊ ഹമാസ് ഒരുപാട് ആളുകളെ ബന്ദിയാക്കി വെച്ചത്, ഇന്നും 59 പേര് ഹമാസിന്റെ കൂടെയുള്ളത്, ഇസ്രായേലി സാധാരണക്കാര്. അവരെ വിട്ടുകൊടുക്കാൻ എന്താണ് ഇവര് വിളിച്ചു പറയാത്തത്? ഈ ബന്ദികൾക്ക് വേണ്ടിയോ ഇസ്രായേലിലെ സാധാരണക്കാരെയോ സ്ത്രീകളെയോ കുട്ടികളെയോ ഈ പ്രിയങ്ക ഗാന്ധി കാണുന്നില്ല, കോൺഗ്രസ് കാണുന്നില്ല. ഇടക്കൊന്ന് ശശി തരൂർ ആ കാര്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഭീകരവാദമാണ് ഹമാസ് നടത്തിയത് എന്ന്. അതിന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. പല സന്ദർഭങ്ങളിൽ ശശി തരൂരിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്.
നമ്മളതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെ മുന്നോട്ട് പോകുന്നത് എന്ന് ബോധമുള്ള ഏതൊരാൾക്കും ഇത്തരം നിലപാടുകൾ കണ്ടാൽ മാത്രം മതി. ഇതേ പ്രിയങ്ക ഗാന്ധി പലസ്തീൻ ബാഗുമായിട്ട് പാർലമെന്റിലേക്ക് ഓടി. ഇസ്രായേൽ ബാഗ് ഒരിക്കലും കാണില്ല, ഇസ്രായേലിലെ സാധാരണക്കാരുടെ കണ്ണീരൊരിക്കലും കാണില്ല, കുട്ടികളുടെ കണ്ണീരൊരിക്കലും കാണില്ല, യുവാക്കളുടെ കണ്ണീരൊരിക്കലും കാണില്ല. യഥാർത്ഥത്തിൽ ഇസ്രായേലിലും ഈ പറയുന്ന ഗാസയിലൊക്കെ സമാധാനം വരണമെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ അവസാനത്തെ ഭീകരനെയും ഇസ്രായേൽ തീർത്തിട്ടല്ലാതെ സമാധാനം ഉണ്ടാവില്ല. ഈ ഹമാസിനൊക്കെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവസാനമായിട്ട് ആരെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ അവരെ റിക്രൂട്ട്മെന്റ് നടത്തും. നമ്മുടെ രാജ്യത്ത് നിന്ന് വരെ പോവാൻ മുട്ടി നിൽക്കുന്ന തരത്തിലുള്ള ആളുകളില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അവരെ റിക്രൂട്ട്മെന്റ് നടത്തും, ലോകം മൊത്തം റിക്രൂട്ട്മെന്റ് നടത്തും, എന്നിട്ട് വീണ്ടും ഹമാസിനെ സെറ്റാക്കി വലിയ രീതിയിൽ ഒരു ഭീകര സംഘടന ഉണ്ടാക്കും. ഇസ്രായേൽ സകല ഭീകരരെയും തീർത്തതായിരുന്നു, വീണ്ടും അവർ പൊന്തി വന്നു. എങ്ങനെ? അവർ വലിയ രീതിയിൽ റിക്രൂട്ട് ചെയ്യാം, ലോകം മുഴുവൻ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവരവരുടെ ഭീകര സംഘടന വളർത്തി ഗാസയിലെ പലസ്തീനിലെ സാധാരണക്കാരെ ഗതികെട്ട അവസ്ഥയിലാക്കുക. ഇതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ബോധമുള്ള ഓരോ ആളുകളും ഇസ്രായേലിനെതിരെ അല്ല രംഗത്ത് വരേണ്ടത്. ഇസ്രായേൽ എന്തുകൊണ്ട് ഇവിടേക്ക് വന്നു, എന്തുകൊണ്ട് ഗാസയിലേക്ക് വരുന്നു? അവരവരുടെ അവകാശമായിട്ടുള്ള അവരുടെ പൗരന്മാരെ തേടിയ ഈ ഗാസയിലേക്ക് വരുന്നത്. അവരുടെ 59 സാധാരണക്കാര് പൗരന്മാര് ഈ ഹമാസിന്റെ കയ്യിലാ. അവരെ തേടിയ ഇസ്രായേല് ഈ ഗാസയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രിയങ്ക ഗാന്ധിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു സർക്കാർ സംവിധാനം നമ്മുടെ രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിലൊക്കെ ഇവര് പരസ്യമായിട്ട് സൈന്യത്തെ പോലും വിട്ടുകൊടുക്കുക എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. അതായത് മറ്റാളുകൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കണക്കും വെച്ച് പ്രിയങ്ക രംഗത്തെത്തിയത് നിങ്ങൾ കണ്ടില്ലേ? ഇതേ പ്രിയങ്കയാണ് ബാഗുമായിട്ട് ഈ പാർലമെന്റിലേക്കും പലസ്തീൻ ബാഗുമായിട്ടും ഓടി നടന്നത്. ഈ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു സർക്കാർ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ഹമാസ് വിഷയത്തില് ഹമാസിന് വേണ്ട സകല സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ബോധമുള്ള ഏതൊരു ഈ രാജ്യത്തെ പൗരനും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ പ്രിയങ്ക. ഈ പ്രിയങ്ക പരസ്യമായിട്ട് ഗാസക്ക് വേണ്ടി, ഹമാസിന് വേണ്ടി, പലസ്തീന് വേണ്ടി രംഗത്ത് വരുമ്പോൾ ബോധമുള്ള ഓരോ ആളുകളും ഇവരൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലേക്ക്, ഭരണ സംവിധാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതും ഓരോ ആളുകളും, ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ഗൗരവത്തിൽ ചിന്തിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.